നമസ്കാരം, ഞാൻ അനൂപ് ശാന്തി നിങ്ങളോട് പറയുന്നത് രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ്. ജ്യോതിഷ ചക്രത്തിലെ 12ാമത്തെ രാശിയും ജ്ഞാന സുഖകാരകനായ വ്യാഴത്തിൻ്റെ 2ാമത്തെ രാശിയുമാണ് മീനൻ രാശി. മീനൻ രാശിയിലാണ് രേവതി നക്ഷത്രം. നക്ഷത്രത്തിൻ്റെ ദേവത ഉഷാവാണ്, സ്ത്രീ യോനിയാണ്, ഭൂതമാകാശമാണ്, മൃഗമാനയാണ്, പക്ഷിമയിലാണ്. അപ്പം ഈ നക്ഷത്രത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും പ്രഭാവം ഈ നക്ഷത്രത്തിലുണ്ട്. അപ്പം ബുധൻ്റെ പ്രഭാവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയ വിദ്യയും ജ്ഞാനവും അറിവൊക്കെ, അതിനൊക്കെ തന്നെ വ്യാഴത്തിൻ്റെ വിവേകവും സമ്പത്തും സംസ്കാരം. ബുധനെ നമ്മൾ ചിന്തിക്കുമ്പം ആലോചന, ബുധനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ രേവതി നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനമെടുക്കുന്ന നക്ഷത്രക്കാരായിരിക്കും. ബുധൻ്റെ പ്രഭാവത്തിൽ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവരെ ആലോചിച്ച് വ്യക്തമായിട്ട് തീരുമാനമെടുക്കുന്ന, എവിടെയും വാദിച്ച് ജയിക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ട്. അതിനൊക്കെ വ്യാഴത്തിൻ്റെയും കൂടെയും ബന്ധം ഈ നക്ഷത്രക്കാർക്കുണ്ടായതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലുള്ള ചിന്ത, ഈശ്വരവിശ്വാസം ഒക്കെ പൊതുവെ കൂടുതൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് പത്രപ്രവർത്തനം, കഥ, തിരക്കഥ, അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ, എഴുത്ത് മേഖലകളൊക്കെ ഇവർക്ക് കൈകാര്യം ചെയ്യാൻ ഒരറിവ് പ്രത്യേകമായിട്ട് കാണപ്പെടുന്നു. അപ്പം കലകളിലും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് അത് വീണ്ടും വിധം ഉപയോഗിച്ചാൽ അവർക്ക് കൂടുതൽ ഉന്നതിയിലൂടെ എത്തിപ്പെടാൻ പറ്റും. പിന്നെ ആരെയും ദ്രോഹിക്കുന്ന മനോഭാവം ഉള്ളവരല്ല. അതിനൊക്കെ തന്നെ ചെറിയ തരത്തിലുള്ള പിശുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള നക്ഷത്രം. പിശുക്കില്ല, പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് പിശുക്ക് കുറവായിരിക്കാം. ചിലവ് ആക്കുന്ന ഒരു സ്വഭാവം ഇവരിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ ജലരാശി ആയതുകൊണ്ട് ജലസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ജലത്തിനോട് താല്പര്യപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യാനോ, അതിനൊക്കെ തന്നെ ജലത്തിലോട് ഭയങ്കര താല്പര്യം, വിനോദസഞ്ചാരം, അങ്ങനെയൊക്കെയുള്ള ചില താല്പര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവരെ കാണപ്പെടുന്നുണ്ട്. അതിനൊക്കെ തന്നെ ജലരാശി ആയതുകൊണ്ട് മനസ്ഥിരത കുറവായിരിക്കാം, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അതിനൊക്കെ തന്നെ രേവതി നക്ഷത്രക്കാർ സ്ത്രീ സന്താനങ്ങളായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. 5ാം ഭാവത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ സ്ത്രീ സന്താനമായിരിക്കാം ഇവർക്ക് ഉണ്ടാവാൻ. പിന്നെ 2ാം ഭാവത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് രാജയോഗം പോലുള്ള യോഗം കിട്ടും. ഉച്ചനായിട്ട് മേടൻ രാശിയിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് യോഗമാണ്. 5ാം ഭാവാധിപനും വ്യാഴവും ബലവാനായിട്ട് വന്ന് ഇവർക്ക് യോഗം ഉണ്ടാവാം. അതിനൊക്കെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ശുഭഗ്രഹം വരുന്നതാണെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു ധനനേട്ടം ഇവർക്ക് ഉണ്ടാവാനുള്ള വഴിയുണ്ട്. പൊതുവെ ഇതൊക്കെ നല്ലതാണെങ്കിലും 7ാം ഭാവത്തിൽ ചന്ദ്രൻ, ചിലർക്ക് വിവാഹ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ 11-7 ഭാവങ്ങളിൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഏത് നക്ഷത്രമായാലും ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഫലം കൂടുതലായിട്ട് പറയാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം ഗ്രഹങ്ങൾ ഏത് സ്ഥലത്താണ്, ദുസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ, പാപയോഗം വന്നു കഴിഞ്ഞാൽ എല്ലാ നക്ഷത്രക്കാർക്കും ഒരേ ഫലം ഉണ്ടാവത്തില്ല. ചില മാറ്റങ്ങൾ നേരിടേണ്ടി വരും. ഇപ്പോഴത്തെ ഗോചരവശാലും ഇവർക്ക് ചില സമയമോശമുണ്ട്. മീനൻ രാശിയിൽ തന്നെ ശനി നിൽക്കുന്നുണ്ട്, കണ്ടകശനി ഉണ്ട്. അപ്പോൾ ശനിയുടെ ഒരു ബുദ്ധിമുട്ട് ജന്മരാശിയിൽ തന്നെ ശനി ഉണ്ടായതുകൊണ്ട്, കൂറിൽ തന്നെ ശനി ഉണ്ടായതുകൊണ്ട് ബുദ്ധിമുട്ടുകളും ചില കാര്യങ്ങളൊക്കെ നേരിടാം. രഹസ്യ സൗഷ്ഠവം, അദ്ദേഹത്തിൻ്റെ സ്വസ്ഥത, ശ്രേയസിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അതേ കണക്ക് തന്നെ 12ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ ഒക്കെ നിൽക്കുന്നത് കൊണ്ട് ധനസംബന്ധമായിട്ടുള്ള നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള വഴിയുണ്ട്. ഒരു ആത്മപ്രഭാവത്തിൻ്റെയൊക്കെ ഒരു മങ്ങൽ അതൊക്കെ മാറും. ജൂൺ 1 തീയതി കഴിഞ്ഞ് 5ാം ഭാവത്തിലൂടെ വ്യാഴൻ്റെ മാറ്റവർക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവാം. അപ്പം വേണ്ടുന്ന വഴിപാടുകൾ ശിവക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒക്കെ പറ്റുമെങ്കിൽ വഴിപാടുകൾ നടത്തുക. മഹാവിഷ്ണു പ്രീതിക്കുള്ള വഴിപാടുകൾ, ഈ രാശിക്കാർ മഹാവിഷ്ണുവിൻ്റെ പ്രീതി വളരെ, ഈ നക്ഷത്രക്കാർ മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കുള്ള വഴിപാടുകൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് നല്ലതായിരിക്കാം. ജൂൺ 1 തീയതി കഴിഞ്ഞ് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അതിനൊക്കെ തന്നെ 8 വയസ്സ് വരെ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ കാര്യം ചെയ്ത് 8 വയസ്സ് വരെ പനി, കഫം, അങ്ങനെയുള്ള രോഗങ്ങൾ ബുദ്ധിമുട്ടുകിടാം. അത് കഴിഞ്ഞ് 8 to 15 വയസ്സിൻ്റെ ഇടയിൽ, 8നും 15 വയസ്സിനും ഇടയിൽ മുറിവോ ചതവോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്യാം. 15 to 35 വയസ്സ് വരെ ഇവർക്ക് ജീവിതത്തിൽ ഒരു നല്ല നില കെട്ടിപ്പടുത്താൻ അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ശുക്രൻ അനുകൂലനായ മാത്രമേ ഇവർക്ക് നല്ല രീതിയിലുള്ള നല്ല സ്ഥലങ്ങൾ, ഉച്ചമ്പലമായി സുക്ഷേത്രം ഒക്കെ, മൂലക്ഷേത്രത്തിലൊക്കെ നിന്നാൽ മാത്രമേ ഇത് കൂടുതലായിട്ട് ഫലം ഇവർക്ക് കൂടുതലായിട്ടുള്ളൂ. അത് സ്ഥാനത്താണെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടിയും വരാം. ചില അപവാദങ്ങൾ, സ്ത്രീ വിഷയത്തിൽ ചില അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടിയും വരാം. പക്ഷേ 35 to 41 വയസ്സിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ ഇച്ചിരി നല്ലവണ്ണം കഷ്ടപ്പെടേണ്ട ഒരു സമയമായിട്ട് കാണുന്നു. 41-നും 51-നും ഇടയ്ക്ക് കുടുംബ സംബന്ധമായിട്ട്, കുടുംബ ബന്ധുക്കളിൽ നിന്നൊക്കെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൊതുവെ നേരിടാം. മനക്ലേശങ്ങളുണ്ടാവാം. ഇതിനൊക്കെ പരിഹാരമായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ജ്യോത്സ്യനെ കണ്ട് യഥാവിധി വഴിപാടുകൾ ഒക്കെ ചെയ്യുക. ഏത് ക്ഷേത്രത്തിലാണോ തൊട്ടടുത്തുള്ള ക്ഷേത്രം, കുടുംബക്ഷേത്രത്തിലെ വഴിപാടുകൾ കാര്യങ്ങൾ ചെയ്യുക. ഭഗവത് സേവകളുള്ള വഴിപാടുകൾ ചെയ്യുക. പറ്റുമെങ്കിൽ
ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ ക്ഷേത്രത്തിൽ പോകുന്നത് ചുരുക്കമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും.